ആഘോഷങ്ങൾക്ക് മറുനാടൻ പച്ചക്കറികളെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് മുന്നിൽ മാതൃകയാകാൻ ഒരുങ്ങുകയാണ് കണ്ണിമല ഫാർമേഴ്സ് ക്ലബ്ബ്. ഈ ഓണത്തിന് വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് കണ്ണിമല ഫാർമേഴ്സ് ക്ലബ്ബ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്ലബിന്റെ എ ക്ലാസ്സിൽ 100ഉം ബി ക്ലാസ്സിൽ 400ഓളം മെമ്പർമാരുമാണ് ഉള്ളത്. ഓണത്തിന്റെ വിളവെടുപ്പിനായി ക്ലബ്ബ് അംഗങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ, വിത്തുകൾ, വളം എന്നിവ വിതരണം ചെയ്തു. പച്ചക്കറി തൈകളുടെ നിലമൊരുക്കൽ, നടിയിൽ സംരക്ഷണം എന്നിവയെക്കുറിച്ചെല്ലാം അംഗങ്ങൾക്ക് മതിയായ ക്ലാസുകളും ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരുക്കി നൽകുന്നുണ്ട്. കൂടാതെ മികച്ച പച്ചക്കറി തോട്ടത്തിന് ഇത്തവണ ക്ലബിന്റെ നേതൃത്വത്തിൽ ക്യാഷ് അവാർഡ് നൽകുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് PD ജോൺ പൗവത്ത്, സെക്രട്ടറി സാബു എന്നിവർ പറഞ്ഞു. കണ്ണിമല ഫാർമേഴ്സ് ക്ലബ്ബ് രൂപം കൊണ്ടതിന് ശേഷമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന TP ആൻ്റണി ഒരേക്കർ സ്ഥലം തരിശായിട്ട് കിടക്കുമായിരുന്നു. നല്ല പച്ചക്കറി തൈകൾ കൊടുക്കുകയും അദ്ദേഹം ഞങ്ങൾ ടീമായിട്ട് നിന്നാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം വന്ന തൈക്കൂട്ട് കുറേ കൊണ്ടുവന്ന് വയ്ക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് പച്ചക്കറി പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. നാളിതുവരെയായിട്ടും പച്ചക്കറി പുറത്തുനിന്ന് മേടിക്കാതെ ആ ഒരേക്കർ സ്ഥലത്ത് അദ്ദേഹം വാഴ, കപ്പ, ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ എല്ലാ കൃഷിയും ജൈവവളം കൊണ്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഏത് സാധനം ഉൽപ്പാദിച്ചാലും ഉൽപ്പാദിപ്പിക്കുന്ന അന്നേരം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടാൽ ഒരു സെക്കൻഡ് കൊണ്ട് വിറ്റുപോവുകയും ഒരു നല്ല കർഷകനായിട്ട് പെട്ടെന്ന് രൂപം കൊള്ളുകയും ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒത്തിരി കർഷകർ ഇപ്പോൾ ഈ പച്ചക്കറി സ്വയം പര്യാപ്തതയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തതയോടുകൂടി പച്ചക്കറി വിഷരഹിതമായിട്ട് നമ്മൾ ഓണത്തിന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും നല്ല ഇനം പച്ചക്കറി തൈകളും പച്ചക്കറി വിത്തുകളും തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് നൽകുകയുണ്ടായി. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് നല്ല കർഷകരെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങളുടെ സെക്രട്ടറി അദ്ദേഹം കമ്മിറ്റി അംഗമാണ്. ഞങ്ങളുടെ ടീമായിട്ട് എല്ലാ കർഷകരുടെയും വീട്, അടുക്കളത്തോട്ടം സന്ദർശിച്ച് ഏറ്റവും നല്ല കർഷകന് ഞങ്ങളൊരു ക്യാഷ് അവാർഡ് കൊടുക്കാമെന്ന് ഈ കഴിഞ്ഞ ഞങ്ങളുടെ യോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്തു. അത്തരം നല്ല രീതിയിലുള്ള പ്രവർത്തനം, അതായത് ഞങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു വാർഡിൽ ഏറ്റവും കുറഞ്ഞതൊരു 50 പേരെ കണ്ടെത്തി, കൃഷി ചെയ്യുന്നവരെ മാത്രം കണ്ടെത്തി അവരുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി സ്വയം പര്യാപ്തതയിലെത്തിക്കുകയും അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ന്യായമായ വിലയ്ക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് കണ്ണിമല ഫാർമേഴ്സ് ക്ലബ്ബ്. ഇതിന് യാതൊരുവിധ പിരിവുകളോ മറ്റോ സ്പോൺസറുകളോ ഒന്നും കാര്യമായിട്ടില്ലാത്ത ഒരു സംഘടനയാണിത്. ഇത് ഞങ്ങൾ കൂട്ടായി നടത്തുന്ന ഈ സംഘടന ഇപ്പം ജനങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അടുക്കളത്തോട്ടം പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓരോ വീടുകളിലും ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സന്ദർശിക്കുകയും വീട്ടുകാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ നിരവധി സാധാരണക്കാരായ ആളുകളെ കാർഷിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞെന്നും ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. അടുക്കളത്തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മികച്ച വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതിനുള്ള സൗകര്യവും ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരുക്കി നൽകുന്നുണ്ട്. ഇതിലൂടെ വീട്ടമ്മമാർക്കും മികച്ച വരുമാനമാണ് ലഭിക്കുന്നത്. ഓണത്തിന് വിളവെടുക്കുക എന്ന ലക്ഷ്യത്തിന്റെ ആദ്യഘട്ടമായി നടിയിൽ വസ്തുക്കളുടെ വിതരണവും കൃഷിയുടെ പരിചയം, കൃഷി അറിവുകളുടെ പങ്കുവയ്ക്കൽ എന്നിവ നടന്നു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TJ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. PD ജോൺ അധ്യക്ഷത വഹിച്ചു. ബേബിച്ചൻ പ്ലാക്കാട്, സാബു മാത്യു, KN ഷിബു, ജോസ് കണ്ണിമല, TP ആന്റണി, TJ ഗോപി, തോമസ് MG, സാലു ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു.